നമസ്കാരം. 1971 ഡിസംബർ 16 ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 സ്ഥലം പറയുന്നത് ധാക്കയും. പാക് ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്ററും കമാൻഡറുമായ ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഒരൊറ്റ പേജ് മാത്രമുള്ള ഒരു ഡോക്യുമെന്ററിന്റെ താഴെ തന്റെ കയ്യൊപ്പ് ചാർത്തുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇന്ത്യ ബംഗ്ലാദേശ് സൈന്യങ്ങളുടെ ഈസ്റ്റേൺ തിയേറ്ററിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായ ലഫ്റ്റനന്റ് ജനറൽ ജഗജ്ജീത് സിംഗ് അറോറ ആ പാകിസ്ഥാനി ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ അഥവാ കീഴടങ്ങൽ രേഖയുടെ കീഴിൽ എത്തുന്നു. നിയാസിയുടെ ഒപ്പിന് ചുവടെയായി കൗണ്ടർ സൈൻ ചെയ്യുന്നു. അവിടെ നിന്ന് 1500 കിലോമീറ്റർ ദൂരെ അങ്ങ് ദില്ലിയിൽ പാർലമെന്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തുന്നു. Dhaka is now the free capital of a free country. ധാക്ക ഇന്നൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ സ്വതന്ത്ര തലസ്ഥാനമാണ്. ഈ പ്രഖ്യാപനത്തോടെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എന്നേക്കുമായി മാറി മറിയുന്നു. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും രണ്ട് കഷ്ണങ്ങളായി വേറിട്ട് നിലകൊണ്ടിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം അതുപോലെ തന്നെ അതോടെ രണ്ടായി വിഭജിക്കുമാവുന്നു. നിലവിൽ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ തന്നെ 1/5 ജനസംഖ്യയുടെ ഏതാണ്ട് 70% അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പുതിയ പരമാധികാര റിപ്പബ്ലിക് രൂപം കൊള്ളുന്നു. സ്വതന്ത്ര ബംഗ്ലാദേശ്, അതാണ് അതിന്റെ പേര്. അതെവിടെ നിന്ന് ഉത്ഭവിച്ചു? 1971 ഇൻഡോ പാക് വാറിലൂടെ. 1966 പാകിസ്ഥാനുമായി ചിലവേറിയ ഒരു യുദ്ധം തന്നെ നടത്തി വെറും 6 വർഷത്തിനുള്ളിൽ തന്നെ 1971 വീണ്ടും ഒരു യുദ്ധം. അതെന്തിനായിരുന്നു? അത് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുക എന്നൊരൊറ്റ ഉദ്ദേശം വെച്ച് മാത്രം നടത്തപ്പെട്ട ഒന്നാണോ? അതോ പാകിസ്ഥാനെ എന്നേക്കുമായി രണ്ടായി വിഭജിക്കുക എന്ന ലക്ഷ്യം അതിലുണ്ടായിരുന്നു? അതോ ഈ ഒരു യുദ്ധത്തിന് ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇങ്ങനെ പല ചിന്തകളും ഇതിന്റെ പിന്നാലെയുണ്ട്. പല ചോദ്യങ്ങളും ഇതിന്റെ പിന്നാലെയുണ്ട്. സോഷ്യൽ മീഡിയ പോലും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് എവിടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ കാലട വെച്ചത്? അതും ഇന്ദിരാഗാന്ധിയുടെ മുമ്പിലാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ സ്ത്രീ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊക്കെ നിറവേറ്റപ്പെട്ടോ എന്ന് ചോദിക്കണം. അന്നത്തെ സംഭവ പരമ്പരകൾക്ക് 5 പതിറ്റാണ്ട് തികയുന്ന അവസരത്തിൽ അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് അങ്ങനെ പലതുണ്ട്. 1947 ജൂൺ 20 സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യയിൽ നിന്ന് തന്നെ വേറിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമാവണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം പാസ്സാവുന്നു. എന്നാൽ ജൂലൈ 7 തന്നെ ഇതിനെ സിൽഹെറ്റിൽ വെച്ച് നടപ്പിലാക്കപ്പെട്ട ഒരു റഫറൻഡം അല്ലെങ്കിൽ കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാവണമെന്ന് തീരുമാനിക്കുകയും കൂടിയായിരുന്നു. ഇതിന് പിന്നാലെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും പാകിസ്ഥാനെയും ഉപഭൂഖണ്ഡത്തെ രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് തന്നെ കൊണ്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുന്നു. കിഴക്കും പടിഞ്ഞാറുമുള്ള വേറിട്ട 2 ഖണ്ഡങ്ങളിലായി തന്നെ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വരുന്നു. ഒരേ രാജ്യമായിരിക്കെ തന്നെ 2 ഭാഷ സംസാരിച്ചുകൊണ്ട് 2 സംസ്കാരങ്ങളിൽ പുലർന്നുകൊണ്ട് അപ്പുറം ഇപ്പുറം വേറിട്ട് കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾക്കിടയിൽ 1300 കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യ എന്ന ശത്രു രാജ്യം തന്നെ അവർക്കും ഉണ്ടാകുന്നു. അവിടെ ബംഗ്ലാദേശ് ഉണ്ടാകുമ്പോഴേക്കും അവിടെ ഉണ്ടായത് പാകിസ്ഥാന്റെ പകുതിയോളം ഇന്ത്യയുടെ കൈവശം എന്നാണ്. ഇന്ത്യ പാക് യുദ്ധം അവിടെ ഉണ്ടായത് പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞതാണ്. ആരുടെ മുന്നിൽ? ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ. ഇന്ദിരാഗാന്ധി ചുണക്കുട്ടന്മാരായി വളർത്തിയ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ. അന്നു മുതൽ തുടങ്ങിയതാണ് ഇവരുടെ വീരത്വം. അന്നു മുതൽ ഇന്ന് വരെ ഒരിക്കലും പാകിസ്ഥാന്റെ മുമ്പിൽ ഇന്ത്യക്ക് ഒരു കാര്യത്തിലും അടിയറവ് പറയേണ്ടി വന്നിട്ടില്ല. അന്നും ഇന്നും എല്ലാം തന്നെ ഇന്ത്യ തന്നെയാണ് മുന്നിലെന്ന് പറഞ്ഞേ മതിയാകൂ.